ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ പിടിപ്പിച്ചൊരു പിലാവാണ്. ഇതേപോലെ ഒരു തൈ ഇങ്ങനെ ഒട്ടിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് അതിന്മേൽ പിടിച്ചതാണിത്. ഇത് ചേർത്ത് വെച്ച് കെട്ടിയപ്പോൾ ഒരു പെൻസിലിൻ്റെ വണ്ണമുള്ള ഒരു തൈയായിരുന്നു. അതിപ്പോൾ നല്ല വണ്ണം കൂടി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ റംബുട്ടാൻ്റെ കുരുട്ട് മുളപ്പിച്ച തൈയാണ് കേട്ടോ. ഇത് കുരുട്ട് വേണ്ട ഇവിടെ മുളപ്പിച്ചുണ്ടായതാണ്. ഇത് പ്രാവശ്യം പൂവിട്ടീനി. അപ്പോൾ അത് കായ്ച്ചിട്ടില്ല. അപ്പോൾ ചിലതൊക്കെ ഉള്ളൂ കായ്ച്ച. ഇതിൽ കുരുട്ടുണ്ടാക്കിയാൽ ബെഡാകുമ്പോൾ എപ്പോഴും കായ്ച്ചു. അപ്പോൾ എൻ്റെ അലോകത്തൊന്നും ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. ഒരുപാട് വർഷം പൂവിടും, കായ് പിടിക്കൂല, അങ്ങനെ പൂ മാത്രം ഇടും. അത് ആണും പെണ്ണും എന്നൊക്കെയാണ് പറയണത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ ചെയ്യാനുള്ളത്, എനിക്കിപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ തൈ വാങ്ങിയതാണ്. N18 ആണ് തൈ വാങ്ങിയതാണ്. കായ്ച്ചിരിക്കുന്നത് ഇതുമ്മേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാവശ്യം കാനലുണ്ടായതുകൊണ്ട് കുറച്ച് കമ്മിയാണ്. എന്നാലും ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ റംബുട്ടാൻ കായ്ച്ചാണ്. അപ്പോൾ ഇത് നല്ല നല്ല പിന്നെ N18 ആണ്. ഇതൊന്ന് പൊളിച്ചെടുക്കാൻ പറ്റിയ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൊമ്പുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിക്കണ്. അപ്പോൾ ഇതുമ്മ ഞാൻ ഈ കൊമ്പ് ചേർത്ത് വെച്ച് കെട്ടുകയാണ്. ഒരു ചെത്തി കളഞ്ഞിട്ട്, രണ്ട് സൈഡും ചെത്തി കളഞ്ഞിട്ട് ചേർത്ത് വെച്ച് കെട്ടിയാൽ മതി. ഈ മഴക്കാലത്ത് ചെയ്താൽ പെട്ടെന്ന് പിടിക്കും. എന്നിട്ട് നമുക്കൊരു 1-2 മാസം കഴിഞ്ഞിട്ട് അടിഭാഗത്ത് കട്ട് ചെയ്താൽ ഈ തൈ അയിമ കയറും. അതിന് ശേഷം മേലെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതേ തൈയാവും ഇതും. അപ്പോൾ നമുക്ക് 2 വർഷം കൊണ്ട്, അടുത്ത വർഷം തന്നെ ചിലപ്പോൾ കായ്ക്കും. പിന്നെ നമുക്ക് ഇതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് അത്രയും നല്ല വണ്ണല്ല തൈ മരം അയക്കണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യലെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട്, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ മരം ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ കുറച്ച് മേലെയാണ് ഈ കൊമ്പ് വന്നിക്കണത് കണ്ടോ. അതുമ്പോൾ നിറച്ച് കായൊക്കെ ഉണ്ട്. തൂമ്പ് ചെയ്യരുത്. ഏകദേശം ഇവിടേക്ക് 2 ഭാഗം ചെറുതായിട്ടൊന്ന് ചെത്തുക. ഇതിൻ്റെയും ചെത്തുക, ഇതിൻ്റെ തോലും ചെറുതാക്കി നിൽക്കുക. എന്നിട്ട് നല്ല ടൈറ്റായി കെട്ടുക. അത്രേ ഉള്ളൂ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 2 മാസം കൊണ്ട് അത് പിടിച്ചിട്ടും. അരച്ച് പുളിയറുമ്പുണ്ട് ഇതുമ്മേ. അപ്പോൾ 2 മാസം കൊണ്ട് പിടിച്ചിട്ടും. പിന്നെ പിടിച്ച് കിട്ടിയാൽ 2 മാസത്തിന് ശേഷം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് ഇവിടെ മാറ്റുക. എന്നിട്ട് അതിന് ശേഷം അതിന്മേൽ പിടിച്ചോളൂ. അത് ഞാനങ്ങനെ പിടിച്ചത് ഞാൻ കാണിച്ചും തരാം കേട്ടോ. വേറെ ഞാൻ മാങ്ങി പിലാവുമ്മലൊക്കെ ചെയ്തതുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇവിടെ തടസ്സമുള്ള ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇത്രയുള്ള സംഭവം, വലിയ സംഭവം ഒന്നുമല്ല. ഇപ്പോൾ ഇത് ആർക്കും ചെയ്യാട്ടോ. അതിപ്പോൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും. ഇങ്ങനെ ചെത്തിയ കുറച്ച് തൊലി എത്തിയാൽ മതി. എന്നിട്ട് ഇത് നല്ലൊരു കയറെടുത്ത് അടി. നല്ല കയറല്ലത് കേട്ടോ, കുറച്ച് ടൈറ്റ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു കയറെടുത്ത് കെട്ടോ. ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ടൈറ്റായിട്ട്. ആ തൊലികൾ തമ്മിൽ ചേരണം. നല്ല അരിഞ്ഞും കെട്ടാണ്ട് ഫുള്ളായിട്ട് ഇവിടെ കെട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ സംഭവം ഉണ്ടല്ലോ. ഇതുമ്മന്ന് ആ റംബുട്ടാനുമെന്ന് വന്നൊരു കൊമ്പ് ഇങ്ങനെ വന്നിട്ട് ഇതാക്കിക്കാണ്ട് ഇതുമ്മ ചേർത്ത് വെച്ചുകാണ്ട് 2 ഭാഗത്തിൻ്റെ തൊലി കുറച്ച് കളഞ്ഞുകാണ്ട് കൂട്ടി കെട്ടുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ പ്ലാസ്റ്റിക് മേലെ കെട്ടിയാലും കുഴപ്പമില്ല, വെള്ളം ഇറങ്ങിയാലൊന്നും ഇതിന് പ്രശ്നമല്ല. അപ്പോൾ ഇത് 2 മാസം കൊണ്ട് ഇതിങ്ങനെ തൊലി വന്ന് ചേരും. അതിന് ശേഷം ഇവിടെ വെച്ച് ഇത് കുറച്ച് കട്ട് ചെയ്യുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കട്ട് ചെയ്യുക. അങ്ങനെ 2-3 ആഴ്ച കൊണ്ട് ഇത് ഫുള്ളാണ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുമ്മ പിടിക്കും. അതുമ്മ റംബുട്ടാൻ ഉണ്ട്. ആ റംബുട്ടാൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിമ്മ പിടിച്ചതിന് ശേഷം ഇവിടെ മേലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ഇതുമൊന്ന് പുതിയ ഇലകളൊക്കെ വരും. അതിന് ശേഷം എന്താക്കുക, നമ്മൾ ഈ വലിയ മേലേക്ക് പോയിക്കണമല്ലോ, അതുകൊണ്ട് അത് ആകാശം മുട്ട പോയിക്കണ്. അതുകൊണ്ടൊരു കാര്യമില്ല. അത് മേലെ പൂട്ടിക്കണ്, പിടിക്കണില്ല. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിൻ്റെ മേലെ ഇപ്പോൾ ഇത് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ എല്ലാ വളർച്ചയും നമ്മൾ ഈ റംബുട്ടാനുമൊക്കെ ആവും. അപ്പോൾ അടുത്ത വർഷം തന്നെ നമുക്ക് അതിൽ കായ് കിട്ടും ചെയ്യും. കാരണം കായ്ച്ച കൊമ്പാണല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല മൂത്ത മരത്തുമ്മലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുകൊണ്ട്, ഇനി അഥവാ അങ്ങനെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കണ്ണ്
എടുത്തുകൊണ്ട് ചെയ്യണതുണ്ട്. അവ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ എല്ലാ തൈയും ഇങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിയ തൈകൾ ഇപ്പം ഇങ്ങനത്തെ 2 തൈ അടുത്തില്ലാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് നല്ല ഒരു കുരു ഇട്ട് മുളച്ച വലിയ മരം നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളയണ്ട. വെട്ടിക്കളയുന്നതിന് മുമ്പ് നമ്മൾ നഴ്സറിയിൽ പോയിട്ട് നല്ലൊരു പിന്നെ റംബുട്ടാൻ്റെ തൈയാണെങ്കിൽ റംബുട്ടാൻ്റെ തൈ വാങ്ങിക്കൊണ്ടുവരിക. വാങ്ങിക്കൊടുന്നിട്ട് പിന്നെ ഇങ്ങനത്തെ മരത്തുമ്മ ഇതേപോലെ ചെത്തിയിട്ട് അതിമ്മ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിമ്മ 2 മാസം കൊണ്ട് പിടിക്കും. പിന്നെ നമ്മൾ അതിമ്മ ഒന്നും നോക്കാമല്ല. അത് 2 മാസം കൊണ്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് ഈ കെട്ടും കഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ പിന്നെയും ചെറുതായിട്ട് വേറൊരു കയറെടുത്ത് കെട്ടി കൊടുക്കുക. 2 മാസത്തിന് ശേഷം 1 മാസം കൂടി അങ്ങനെ അടന്നു പോരുന്നതിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വലിയ മരത്തുമ്മലല്ല ചെയ്തതാണ്. പിന്നെ അതിന് വെള്ളം ഒഴിക്കണ്ട. വളരുന്നത് നല്ലതാണ്, നല്ലോണം കായ് ഫലം ഉണ്ടാവും. ഇനിയിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നനച്ചിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇത് എങ്ങനെ ചെയ്യുക, എല്ലാത്തുമ്മലും ചെയ്യുക. ഇതിപ്പോൾ ഒരു ഇതേമാതിരി ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ വീട്ടിൽ ഇതേപോലെ ഇത് കണ്ടോ, ഇതൊക്കെ കുരിയാടി ഉണ്ടായ പിലാവാണ്. ഇതിങ്ങനെ വെറുതെ ഉണ്ടായി വരികയാണ്, ഇവിടെയൊക്കെ കാട്ടിലുണ്ടായി വരികയാണ്. ഇത് നമുക്ക് നല്ല നമ്മളെ ഇപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ ഒക്കെ പിന്നെ ഒരു തൈ വാങ്ങിക്കൊടുന്നുകാണ്ട് പിന്നെ ഇവിടെ 2 തോല് ഇവിടെ ചെത്തിക്കാണ്ട് ഇതേപോലെ അയിമക്ക് പിന്നെ ചേർത്ത് വെച്ച് കെട്ടിയാൽ 2 മാസം കൊണ്ട് അതും പിടിക്കും. അങ്ങനെ പിടിച്ചത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഈ ചെറിയ തൈ നോക്കണവർ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് വളമൊക്കെ വലിക്കാനുള്ള കരുത്ത് ഇതിനുണ്ടാവും. കാരണം അത്രയും വലുതായിരിക്കണം. അപ്പം അങ്ങനെ പിലാവ് പിടിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ അങ്ങനെ പിടിപ്പിച്ചൊരു പിലാവാണ്. ഇത് ഇതേപോലെ നേരത്തെ കാണിച്ച പോലെ നല്ല വണ്ണത്തിൽ വന്നൊരു തൈയായിരുന്നു. അപ്പോൾ അയിമ്മൽ വീട്ടിൽ വെറുതെ കുരിയാടി ഉണ്ടായൊരു തൈയായിരുന്നു. അതിപ്പോൾ ഞാൻ ഇതേപോലെ കണ്ടോ, കാണുന്നുണ്ടാവും കരുതണം, ഇതേപോലെ ഒരു തൈ ഇങ്ങനെ ഒട്ടിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിയിട്ട് അതിമ്മ പിടിച്ചതാണിത്. ഇത് പിന്നെ കണ്ടോ, ചെറിയ തൈയായിരുന്നു, ഇത്ര വണ്ണമുള്ളതിന്. ഇത് ചേർത്ത് വെച്ച് കെട്ടിയപ്പോൾ ഒരു പെൻസിലിൻ്റെ വണ്ണമുള്ള ഒരു തൈയായിരുന്നു. അതിപ്പോൾ നല്ല വണ്ണം കൂടി ഇതുമ്മ കണ്ടോ നമ്മൾ ചേർന്നു. ഇനി ഓട്ടോമാറ്റിക് ഇത് ആദ്യം വെച്ചത് ഇതിങ്ങനെ കേടുന്ന് അങ്ങോട്ട് പോവും. അതിന് ശേഷം ഈ മരം ഇങ്ങനെ കൂടും. ഇവിടെ ഇങ്ങനെ കൂടിയിട്ട് കണ്ടോ, ഇവിടെ കൂടിയത് കാണുന്നുണ്ടെന്ന് കരുതണം. ക്യാമറ എടുക്കണം ഞാൻ തന്നെയാണ്, പിടിക്കാനാളില്ല. കണ്ടോ, ഇതിപ്പോൾ അതിൻ്റെ ഇവിടെ ഞാൻ കട്ട് ചെയ്തതാണ്. ഇതിങ്ങനെ ഇത്ര വണ്ണമുള്ളതിന് ഇത് പിടിപ്പിച്ചപ്പോൾ, ഇത് പിടിപ്പിച്ചതിന് ശേഷം വന്ന വണ്ണമാണ് കണ്ടോ. ഇത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട. പിന്നെ അത്രയും ഒന്നായിട്ട് ഇത് വലുതായി. അപ്പോൾ ഓവറായിട്ട് വലുതാകുമ്പോൾ നമ്മളിതിൻ്റെ കൊമ്പുകൾ വെട്ടിക്കൊടുക്കണം. അതിപ്പോൾ ഞാൻ മേലെ കൊമ്പുകളൊക്കെ വെട്ടിക്കൊടുത്താണ് ഇതൊക്കെ കണ്ടോ, കൊമ്പുകളൊക്കെ വെട്ടിക്കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഓവറായിട്ട് വലുതായി പോയാൽ അവിടെ അത് ഇടിഞ്ഞ് ചാടും. അപ്പോൾ നമ്മളൊന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് കനം കുറച്ചിട്ടാൽ മതി. അത് വീണ്ടും ഉണ്ടോ, വീണ്ടും പുതിയ ഇലകൾ ഉണ്ടായിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഇനമാണ്, നല്ലൊരു വരിക്കച്ചക്കൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ടൊരു ഇതാണ്, പ്ലാവാണ്. അത് കുരിയാടി ഉണ്ടായ ഇതുമ്മ ഞാൻ പിടിപ്പിച്ചതാണ്. ഇതേപോലെ നിങ്ങൾക്ക് പിടിപ്പിച്ചാൽ എന്തും വീട്ടിൽ കൂടെ ഉണ്ടാവും ഒരുപാട് കുരിയാടി ഉണ്ടായത്, അതിമ്മലൊക്കെ പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ മാവിൽ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. മാവിൽ ചെയ്തതാണ് ഇതൊക്കെ അല്ലോ, അതുപോലെ മാവിൽ ചെയ്തതാണിത്. മാവിൽ ചെയ്ത് കാണണ്ടോ, ഇത് ഇതേപോലെ ഞാനൊരു പിന്നെ തൈ കൊടുന്നുകൊണ്ട് ഇതുമ്പോൾ ചേർത്തു. ഇത് ഏതാ വെച്ചാൽ പ്രിയൂരാണ്. പ്രിയൂര് ചേർത്ത് വെച്ച് കെട്ടി ഉണ്ടോ, 1-2 മാസം കഴിഞ്ഞപ്പോൾ ഇതുമ്പോൾ പിടിച്ചു, നല്ലോണം പിടിച്ചു. ഇപ്പോൾ ഒരു തൈയായി മാറിയത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതേപോലെ പിടിച്ചു ഉണ്ടോ, നല്ല ഉണ്ടായിരിക്കണം. ഇതും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. കട്ട് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ അത് ഭാരം കൂടുതൽ കൊണ്ട് പൊട്ടിപ്പോവും. അതിൻ്റെ ഇലകളൊക്കെ മഴക്കാലത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആ മാവ് തന്നെ ഞാൻ വേറെ അതിൻ്റെ മുമ്പ് കുറേ മുന്നേ ചെയ്തതാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു കേട്ടോ. ഇവിടെയൊക്കെ കൂടി കണ്ടോ, അതിൻ്റെ ശേഷം ഉണ്ടായിരുന്ന കൊമ്പ് അത് സ്വാഭാവികമായിട്ട് ഉണങ്ങിപ്പോവും. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചത്. കാണുന്നവർക്ക് അറിയുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചെത്തിക്കാണ്ട് ഇങ്ങനെ വെച്ച കൊമ്പാണിത്. ഏകദേശം ഉണ്ടല്ലോ നല്ല വണ്ണം വന്നു. അതും പ്രിയൂർ തന്നെയാണ്. അങ്ങനെ വെച്ച് കെട്ടിയതാണ്. പിന്നെ ബെഡ് ചെയ്തതൊക്കെ വേറെ ഉണ്ട്, വി ഗ്രാഫ്റ്റ് ചെയ്തത് വേറെ ഉണ്ട്. വി ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതുമ്പോൾ തന്നെ, ഈ മാവ് തന്നെ വേറെ വി ഗ്രാഫ്റ്റ് ചെയ്താണിത്. വി ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടോ, വി ഗ്രാഫ്റ്റ് ചെയ്തതാണ്.
അത് ഞാൻ നല്ലൊരു ഇനം, അത് ഏതാണെന്ന് അറിയില്ല, നല്ലൊരു ഇനം വേറൊരു വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയൊരു കൊമ്പ് ഒരു 4-5 ഇഞ്ചിൻ്റെ ഒരു കൊമ്പ് ഇവിടെ നിന്നാണ് ഇത്തരം കണ്ടോ, ഒരു 5 ഇഞ്ചിൻ്റെ കൊമ്പ് കൊടുന്നതാണ് ഞാൻ. അത് ഞാൻ ഇതുമ്മ പിടിച്ച് കെട്ടിയതാണ്. ഇതുമ്മ ഇപ്പോൾ ഒരു 2-3-4 ഐറ്റം വേറെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു മാവിൽ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കും ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, അങ്ങനെ വെച്ച് കെട്ടിയാൽ ഗുണം അതാണ്. അപ്പോൾ ഈ മാവിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചെന്നാണ്. ഇതൊക്കെ ഞാൻ ചെറിയ കൊമ്പെടുത്ത് കണ്ട് അന്ന് നാളെ ചെയ്തത് ഞാൻ കാണിച്ചെന്നേനും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഉണ്ടോ, ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഇതാക്കി കെട്ടിയോണ്ട് ഉണ്ടോ വലിയ മണ്ണ. ഇതൊക്കെ അടുത്ത വർഷം കഴിച്ചു. ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നു, കാരണം അല്ലെ ഇടിഞ്ഞിടും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതുപോലെ ഈ കണ്ണ് വെച്ച് പിന്നെ കെട്ടുന്നത് ഞാൻ വീഡിയോ ഒരു ഷോർട്ടുണ്ട്, അപ്പോൾ കണ്ടോളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പുതിയ എടുക്കുന്നുണ്ട്. ലെങ്ത് വീഡിയോ ആയാലും കൂടുതൽ ആൾക്കാർ കാണൂല. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക കേട്ടോ.